പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു തിരുവചനം ഇതാണ്. മാത്യൂസ് എന്ന ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ ഡോക്ടർമാർ കൈവിട്ടപ്പോൾ, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചപ്പോൾ ആ സഹോദരൻ്റെ ജീവിതത്തിൽ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള, ചേതനയിൽ അസ്ഥികളിലെ മജ്ജയിലൊക്കെ തുളച്ചു കയറിയ വചനത്തിൻ്റെ ശക്തി രുചിച്ചറിയുന്ന ഒരു ചെറിയ സാക്ഷ്യം. നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ മിഖായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ സങ്കടങ്ങളെ, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും, രോഗപീഠകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ, എല്ലാ മേഖലകളെയും സമർപ്പിച്ച് നമുക്കിങ്ങനെ വിശ്വാസത്തോടുകൂടി കർത്താവായ യേശുവെ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടപ്പോൾ എൻ്റെ അപ്പ, എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ച് സങ്കീർത്തനം 115:12 നമ്മളെക്കുറിച്ച് വിചാരമുള്ള കർത്താവ്, നമ്മളെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും കടന്നു വരുന്ന ഈശോ. മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം ഏറ്റെടുത്ത് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു, ഈ സഹോദരൻ പ്രാർത്ഥിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്ന ഒരു സ്വരം ഈ വചനത്തിലെ അഭിഷേകത്തിൽ ഈ സഹോദരൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെട്ട വലിയ നിമിഷം. വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എഫാത്ത ഗ്രൂപ്പിലെ ഒരു വർഷമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു നിത്യ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനാണ് ഈ കുടുംബം. നമ്മുടെ എഫാത്ത ഗ്രൂപ്പിലെ ഒരു കുടുംബമാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ സഹോദരൻ തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച തമ്പുരാൻ്റെ മുൻപിലേക്ക് കൊടുത്തൊരു വചനം ഇതാണ്. 1 ദിനവൃത്താന്തം 4:10. മുട്ടുമേ നിന്നുകൊണ്ട് കൈ വിരിച്ച് ഈ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും 2 മക്കളും അഭിഷേകത്തോടുകൂടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം 33 പ്രാവശ്യം വെച്ച് 33 ദിവസം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗം എഴുതി വെച്ചതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം അവർ ക്യാൻസറിൻ്റെ ആ രോഗം ടെസ്റ്റ് ചെയ്യാൻ കടന്നു ചെന്നപ്പോൾ ഭീമമായ ആ വലിയൊരു അസുഖത്തിൽ നിന്ന് ഒത്തിരി മോചനം നേടിയതായിട്ടാണ് നമുക്ക് സാക്ഷ്യം വന്നിരിക്കുന്നത്. ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും എന്നെ വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ ചേട്ടൻ്റെ, ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ നിമിഷങ്ങൾ ഇന്ന് നമ്മളുടെ ജീവിതത്തിലും അസാധ്യമെന്ന് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടുകൂടി ദൈവത്തിന് സാധ്യമാണ്, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല, ഇത്രത്തോളം തകർന്നിരിക്കുന്ന ഒരു ജീവിതത്തെ എല്ലാ തരത്തിലും ഭംഗിയാക്കി എടുക്കുവാൻ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലൂടെ ദൈവം എന്നെയും നിന്നെയും നോക്കി പറയുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ഹൃദയം തുറന്ന്, അതരം തുറന്ന് ഈശോയെ വിളിച്ചാൽ ഇങ്ങനെ ചോദിച്ചു വരുന്നൊരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ഈ കുടുംബം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ, സമൃദ്ധിയിൽ നിറയാൻ, സൗഖ്യം കിട്ടുവാൻ വിശ്വാസത്തോടുകൂടി നമുക്കും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധിയിലെ ഈ കുടുംബത്തെയും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.